നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ ഹോട്ടൽ മുറിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മൂന്നാമത്തെ പരാതിക്കാരിയുടെ പരാതിന്മേലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് പോലീസും പറയുന്നത്, അങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളും എല്ലാം പറയുന്നത്. എന്നാൽ സാധാരണക്കാരായ ജനം അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ കൂടിക്കൂടി വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മൂന്നാമത് പരാതി വന്നു എന്നത് വാസ്തവമാണ്. പക്ഷെ അത് വന്നിട്ടുള്ളത് ഒരു ഇമെയിലിലാണ്. അത്തരത്തിൽ ഒരാളുണ്ടോ എന്ന് പോലും സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു അറസ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ തന്നെ ആസൂത്രിതമായ ഒരു പ്ലാനിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അറസ്റ്റ് ചെയ്ത രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ പ്ലാൻഡായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അറസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു നിയമ നടപടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിനോ മറ്റോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തൽക്കാലത്തേക്ക് ഒരാഴ്ചയെങ്കിലും ഒന്ന് മാറി നിന്നുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ സർക്കാരിന് കഴിയില്ല എന്നും സർക്കാർ വീണ്ടും പരാജയപ്പെടും എന്നും മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ഈ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം മതി ഇതൊരു തട്ടിപ്പ് അറസ്റ്റാണ് എന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ച് അദ്ദേഹം പുറത്തു വന്ന ശേഷം നോട്ട് അറസ്റ്റ് ഹൈക്കോടതി കൊടുത്തതിന് ശേഷം അദ്ദേഹം പൊതു ഇടത്തിൽ തന്നെ തലങ്ങും വലങ്ങും നടക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഷാഡോയായും അല്ലാതെയായും പോലീസ് സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം അദ്ദേഹം പോകുന്ന വഴികളിലെല്ലാം പോലീസ് അദ്ദേഹം പിന്തുടരുന്നത്. അത്തരത്തിൽ എല്ലാ സമയവും പോലീസിന്റെ കൺവട്ടത്തുള്ള, എല്ലാ സമയവും പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലുള്ള പോലീസ് അദ്ദേഹത്തിന് പിന്തുടരുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പിന്നിൽ ഒരു തിരക്കഥ ഒരുങ്ങാത്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത്. അതായത് നിലവിലുള്ള തിരക്കഥകൾ പോയി. മൂന്നാമതൊരു പരാതി കൊണ്ടുവന്നിരുന്നു. ആ മൂന്നാമത്തെ പരാതിക്കാരിയെയും ആ പരാതിയും കേസാകുന്നതിന് മുമ്പ്, പരാതി എത്തുന്നതിന് മുമ്പ് പുറത്തായി പോയി. അതുകൊണ്ട് നാലാമത്തെ ഒരു പരാതിക്കാരിയെ മൂന്നാമത്തെ ഒരു പരാതിയാക്കി കെട്ടിയിറക്കി കൊണ്ടുവരുന്നതിനുള്ള ഒരു സമയം വേണമായിരുന്നു. ആ പരാതി എത്തുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അത് തയ്യാറാകുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത സമയം നോക്കിയാൽ മനസ്സിലാകും ഇതൊക്കെ വാസ്തവമാണ് എന്ന്. ഏതാണ്ട് 12 മണി കഴിഞ്ഞിട്ട് 12:15 മണിയോടുകൂടി അർദ്ധരാത്രിയിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? പച്ചപ്പകൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തൂടെ? നിയമപരമായുള്ള ഒരു നീക്കമാണ് എന്നുണ്ടെങ്കിൽ ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തിന്റെ വക്കീലിനെ അറിയിക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വിവരം അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിക്കണം, അതല്ലെങ്കിൽ ഒരു സുഹൃത്തിനെങ്കിലും അറിയിക്കണം. അതൊന്നും സംഭവിക്കാതെ ഇരു ചെവി അറിയാതെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. നേരം വെളുത്തതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് അറിയുന്നത്. അതായത് മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷമാണ് മറ്റുള്ളവർ അറിയുന്നത്. അതായത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാൽ മതി. രാത്രി 12:15 അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രം എന്താണ് അദ്ദേഹം ചെയ്തത് എന്നൊന്ന് നോക്കിയാൽ മതി. രാത്രി 12:15 വന്ന് അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവനെ ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് പോലെ, അല്ലെങ്കിൽ കിട്ടാത്ത ഒരു കുറ്റവാളിയെ, ഒരു പിടികിട്ടാ പുള്ളിയെ കവർ ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ പോലീസ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? ശരിക്കും ഇത് തട്ടിക്കൊണ്ടുപോകലാണ്. തട്ടിക്കൊണ്ടുപോകലല്ല എന്നുണ്ടെങ്കിൽ ഏത് കേസിലും ഒരു അറസ്റ്റ് നോട്ടീസ് ഉണ്ടാവും, അതല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കലുണ്ടാകും. പ്രതി എന്ന് പറയുന്ന പ്രതിസ്ഥാനത്ത് വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഈ അവസരമൊന്നും കൊടുക്കാതെ അർദ്ധരാത്രിയിൽ കൊണ്ടുപോയത് ഒരു തട്ടിക്കൊണ്ടുപോകലാണ്. അതുകൊണ്ടാണ് ഇത് ഒരു പെണ്ണ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചതല്ല, പെണ്ണ് കേസ് എന്നൊരു കാരണമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയതാണ്, ഇല്ലാതാക്കാൻ വേണ്ടി, കഥ മെനയാൻ വേണ്ടി കൊണ്ടുപോയതാണ് എന്ന്. കാരണം അതിനു മുമ്പുള്ള 2 കേസുകളിലും, ആദ്യത്തെ കേസിലായിക്കോട്ടെ രണ്ടാമത്തെ കേസിലായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം. അന്നൊരു പക്ഷെ കിട്ടിയിരുന്നെങ്കിൽ വിലങ്ങ് വെച്ച് നടത്തിച്ചേനെ. തെക്ക് വടക്ക് നടത്തിക്കുക, തെളിവെടുപ്പ് നാടകങ്ങൾ നടത്തുക, ഈ രീതിയിൽ പരമാവധി നാറ്റിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മണ്ടയ്ക്കും കൂടി ഒരു അടി കൊടുത്തുകൊണ്ട് ഇവർക്ക് വലിയ വിജയം നേടാമെന്നൊരു മന്ദബുദ്ധിത്തരം ആരോ പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചത്. അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കിട്ടാത്തത് കൊണ്ട് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിലെങ്കിലും അത് ഉപയോഗിക്കാം എന്നതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ശ്രമം കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഇത് തിരിച്ചടിക്കുന്നുണ്ട്. തിരിച്ചടിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവരുടെ ബുദ്ധിയില്ലായ്മ തന്നെയാണ്. അവർ അറസ്റ്റ് ചെയ്യുന്ന രീതി, അവരെടുക്കുന്ന നടപടികൾ, നിലപാടുകൾ, തെളിവുകൾ, കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള നീക്കത്തെക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിന് അതിഭീമമായിട്ടുള്ള ഒടുക്കത്തെ പിന്തുണ എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ ഒടുക്കത്തെ പിന്തുണ കൊണ്ടു കൊടുക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും, അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നതായിട്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരൊക്കെ ശബ്ദിക്കുന്നുണ്ടോ ആ ശബ്ദിക്കുന്നവർക്കെതിരെ ഒക്കെ കേസ് വരികയാണ്. അത് സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും ശബ്ദിച്ചു കഴിഞ്ഞാൽ ശബ്ദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ കള്ളക്കേസുകൾ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളും
ജാമ്യമുള്ള വകുപ്പുകളും എല്ലാ വകുപ്പുകളും അവിടെ ഇട്ടുകൊണ്ട് കേസ് എടുക്കുന്നുണ്ട്, കള്ളക്കേസുകൾ എടുക്കുന്നുണ്ട്. ആ കേസുകളിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ റിമാൻഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രാഹുലിന് വേണ്ടി ശബ്ദിക്കുന്ന മുഴുവൻ ശബ്ദങ്ങളെയും നിശബ്ദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതും കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സംഭവം കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ 3-ാം കേസിൽ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ കേസിന് വേണ്ടിയിട്ടല്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇത്തരത്തിലൊരു പുകമറ ഇതിനു മുമ്പ് മറ്റൊരു കേസുകളിലും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും തകർക്കാൻ വേണ്ടി മാത്രം കേസെടുക്കുമ്പോഴാണ് അതിനുവേണ്ടി ശബ്ദിക്കുന്ന മുഴുവൻ ആൾക്കാരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് ഈ പാർട്ടിയുടെ ഒരു അജണ്ടയാണ്. അതായത് തങ്ങൾ ആരെങ്കിലും തീർക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തീർക്കാൻ ഇറങ്ങുന്നവരെ ഏത് വഴിയിലും, ഏത് വളഞ്ഞ വഴിയിലും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏത് കാട്ട വഴിയും നമ്മളത് പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളോട് ഈ കാണിച്ച നീതികേടാണ്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന സത്യാവസ്ഥ വിളിച്ചു പറയുന്ന മറ്റു മാധ്യമങ്ങളെ അത്തരത്തിൽ വിളിച്ചു പറയാൻ അനുവദിക്കാത്ത വിധം നാവെരിഞ്ഞു കളയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ 4-ാം തൂണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ, ചാനലുകൾ ഇവിടെ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രി 12:15 ഈ രീതിയിൽ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയത് ഒരു നല്ല ഉദ്ദേശത്തിനല്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി സംശയിക്കപ്പെടേണ്ടതാണ് എന്ന് ന്യായമായും ഇവിടുത്തെ മാധ്യമങ്ങൾ രാഹുലിന്റെ ഭാഗം കൂടി സംസാരിക്കേണ്ടതാണ്. ഇതുവരെ ഈ സമയം വരെ അത്തരത്തിലൊരു സംസാരം എവിടെ നിന്നും കേട്ടില്ല. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരു താരം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇരട്ടച്ചങ്ങൻ എന്നത് ഇവിടെ വ്യക്തമാവുകയാണ്. കാരണം അദ്ദേഹം ഭരണകൂടത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട്, ഇപ്പോഴും ഭരണകൂടത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടി ആയിരുന്ന കോൺഗ്രസിന്റെ യാതൊരു പിന്തുണയുമില്ല. ഈ ഭരണകൂടത്തിന്റെ എതിർപ്പ് വേണ്ടുവോളം ഉണ്ടുതാനും. അതിനെല്ലാം പുറമെ സമൂഹത്തിലെ ആന്റി സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ മുഴുവൻ എതിർപ്പുകളും ചീമുട്ടയേറുകളും എല്ലാം അദ്ദേഹം ഏൽക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം തലയുയർത്തി പിടിച്ചുകൊണ്ട് ഇതിനൊക്കെ നാളെ ഒരു മറുമരുന്നുണ്ടാകും, കാത്തിരുന്നോ എന്ന താക്കീതോടുകൂടി അദ്ദേഹം പോകുന്നുമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നുമുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് പിന്നിൽ കൂടിക്കൂടി വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, കോൺഗ്രസിന്റെ നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ അനുഭാവികളും മറ്റുള്ളവരുമൊക്കെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. അതുപോലെ CPM നേതൃത്വത്തിന്റെ ഉള്ളിൽ തന്നെ ചിലർക്ക് മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. കാര്യം ഇത് നമ്മളെ പാർട്ടിയെ നന്നായിട്ട് ബാധിക്കും, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് CPMന്റെ അന്ത്യം കുറിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല. അങ്ങനെ ആരുടെ ഭാഗമല്ലാതെ ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധി വേണ്ട, വലിയ പിന്തുണയൊന്നും ഇല്ലാതെ നിൽക്കുന്ന, രാഷ്ട്രീയ പിന്തുണയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇത്രയേറെ ഒരു സർക്കാരിനെ വിറപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കേരളത്തിലെ സർക്കാർ സംവിധാനം ഇത്രയധികം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ എന്തോ ഉണ്ട്. അത് പേടിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ സർക്കാരും പിണറായിയും ആഭ്യന്തര വകുപ്പും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്ന ജനം അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നമ്മളൊക്കെ കരുതിയിരുന്നത് 5 വർഷം തുടർ ഭരണം CPMന് കിട്ടുമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെ അവസാന CPM സർക്കാരായി ഇപ്പോൾ നിലവിലെ ഈ പിണറായി സർക്കാരിനെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ, ലോകത്തെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ഭരണ സംവിധാനം വന്ന ഈ സംസ്ഥാനത്ത്, ഈ കേരളത്തിലെ അവസാനത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്, ലോകത്തിലെ അവസാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ 2-ാം പിണറായി സർക്കാർ ആയിരിക്കും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് പക്ഷെ തിരിച്ചറിയാത്തത് ഇവിടുത്തെ CPM നേതൃത്വം മാത്രമാണ്. അവർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ട് തങ്ങളുടെ വികസനങ്ങളോ ഇനി വരാൻ പോകുന്ന വികസന സങ്കല്പങ്ങളോ പറയാൻ കഴിയാതെ, അതൊന്നും ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച് വോട്ട് ചോദിക്കാൻ കഴിയാതെ രാഹുലിന്റെ പെണ്ണ് കേസും പൊക്കി പിടിച്ചു നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ശാപം എന്ന് പറയുന്നത്. ജനം തിരിച്ചറിയുന്നത് വെറുതെയല്ല. Different angles. Don't forget to subscribe and support this channel.